നമസ്കാരം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയിൽ വൻ ചന്ദനക്കടത്ത്. 50 കിലോ ചന്ദനവുമായി 5 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. ആക്രി ശേഖരിക്കുന്നുവെന്ന വ്യാജേനയായിരുന്നു ചന്ദനക്കടത്ത്. പട്ടാമ്പി ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് വിജിലൻസ് അന്വേഷണം വേണമെന്ന് KSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി. ക്രിമിനൽ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്നും കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷ ഉറപ്പാക്കണമെന്നും KSTA ഭാരവാഹികൾ. തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം ന്യായമെന്ന് നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ കാര്യമായി ഇടപെടണമെന്നും VD സതീശൻ. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി മണ്ണാർക്കാട് പൊതുവപ്പാടം മലയോര നിവാസികൾ. അനുവദിച്ച തൂക്കുവേലി നിർമ്മാണം അനിശ്ചിതമായി നീളുന്നു. മരം മുറിക്കാനുള്ള അനുമതി വൈകുന്നതാണ് കാരണമെന്ന് കരാറുകാരൻ. മണ്ണാർക്കാട് അമ്പംകുന്ന് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ മഖാമിലെ 59ാമത് നേർച്ച സമാപിച്ചു. നേർച്ചയിൽ MLA-മാരായ ശാന്തകുമാരി N ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായിരുന്നു നേർച്ച. വിശദമായ വാർത്തകളിലേക്ക്. അട്ടപ്പാടിയിൽ വൻ ചന്ദനക്കടത്ത്. 50 കിലോ ചന്ദനവുമായി 5 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അട്ടപ്പാടി അഗളി റേഞ്ചിൽ ഷോളയൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആക്രി ശേഖരിക്കുന്നുവെന്ന വ്യാജേനയായിരുന്നു ചന്ദനക്കടത്ത്. ആക്രി ശേഖരിച്ച ഗുഡ്സ് ഓട്ടോയ്ക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ചന്ദനം. സംഭവവുമായി ബന്ധപ്പെട്ട് താവളം സ്വദേശി യൂസഫ്, തെങ്കര അബ്ബാസ്, ആനക്കട്ടി സ്വദേശികളായ ശേഖർ, രംഗൻ, വിജയകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. വാഹനത്തിൽ കടത്തിയ ചന്ദനത്തിന് പുറമെ മരപ്പാലം ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന ചന്ദനവും കണ്ടെടുത്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ചന്ദന കച്ചവടത്തിന്റെ കണ്ണിയായി പ്രവർത്തിക്കുന്നയാളാണ് പിടിയിലായ യൂസഫ് എന്ന് വനപാലകർ പറഞ്ഞു. റേഞ്ച് ഓഫീസർ C സുമേഷ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ R രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കടത്താൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പട്ടാമ്പി ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന് KSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി. ക്രിമിനൽ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്നും കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷ ഉറപ്പാക്കണമെന്നും KSTA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ റിസൾട്ട് തിരുത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് KSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലല്ല ക്രമക്കേട് നടന്നതെങ്കിൽ പുറത്തുവെച്ച് ക്രമക്കേട് നടന്നത് ഗുരുതരമാണ്. പുറത്തുവെച്ചാണെങ്കിൽ പാസ്വേഡ് ആർക്ക് നൽകിയെന്നും അറിയേണ്ടതുണ്ട്. പ്രോഗ്രാം റിസൾട്ടുകൾ അപ്പോൾ ചേർക്കേണ്ടതിന് പകരം അവസാന ദിവസങ്ങളിലാണ് ചേർത്തതെന്നും ആദ്യ ദിവസം തന്നെ റിസൾട്ട് ചേർത്തതിൽ തെറ്റ് സംഭവിച്ചതായും KSTA ഭാരവാഹികൾ ആരോപിച്ചു. ആദ്യത്തെ ദിവസമാണ് 11 മുതൽ 15 വരെ നടന്ന കലോത്സവത്തിൽ നവംബറിൽ 11-ാം തീയതിയാണ് ഈ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ മുഴുവൻ നടക്കുന്നത്. അതിന് റിസൾട്ട് 12-13 ജഡ്ജസ് തയ്യാറാക്കി കൊടുത്തതാണ്. പക്ഷേ ഈ റിസൾട്ടുകൾ മുഴുവൻ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുന്നത് അവസാനത്തെ ദിവസമാണ്. അതുവരെ ഈ പോയിന്റിന്റെ ക്രമം ഇങ്ങനെ നോക്കി തങ്ങൾക്ക് അഗ്രിഗേറ്റ് കിട്ടാൻ കഴിയാവുന്ന രൂപത്തിൽ ഈ റിസൾട്ട് ചേർക്കാതെ, സോഫ്റ്റ്വെയറിൽ ചേർക്കാതെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രോഗ്രാം കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരറിയാതെ നടക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇത് കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച അത് കേവലം ആരെയെങ്കിലും ശിക്ഷിക്കുക എന്ന നിലയ്ക്ക് മാത്രമല്ല, കേരള സ്കൂൾ കലോത്സവം എന്ന ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു കൗമാര കലോത്സവത്തിന്റെ സുതാര്യത ജനങ്ങൾക്കാകെ ബോധ്യപ്പെടണമെങ്കിൽ അതിന്റെ കൃത്യമായി എന്ത് നടന്നു എന്ന്, എന്താണ് ഗൂഢാലോചന എന്ന്, ആരൊക്കെ പങ്കാളികളാണ് എന്ന് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ നടന്നിട്ടുള്ളത് AEOയുടെ നേതൃത്വത്തിലുള്ള പ്രാഥമിക അന്വേഷണമാണ്. ആ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നിലവിൽ നടന്ന് ഈ 2 പേര് കുറ്റം ഏറ്റെടുത്ത് അവിടെ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ഇനി ഇത് അന്വേഷിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പല്ല, പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസിലേക്ക് ഇത് മാറിയിരിക്കുന്നു. KSTA ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഒരു വിജിലൻസ് അന്വേഷണം ഗവൺമെന്റ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ എന്താണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണം KSTയുടെ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുക. ക്രമക്കേട് തെളിഞ്ഞതോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട 2 അധ്യാപകരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനും സസ്പെൻഡ് ചെയ്യാനുമുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നിർദ്ദേശത്തെ മറച്ചുവെച്ച് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട അധ്യാപകർക്ക് ഗവൺമെന്റ് ഉത്തരവിനെതിരെ സ്റ്റേ വാങ്ങിക്കാനുള്ള സാവകാശം നൽകുകയുമാണ് ചെയ്തത്. മത്സരഫലങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ
ജഡ്ജ്മെന്റ്, ടാബ്ലിക്കേഷൻ ഷീറ്റ് ഡീകോഡിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മറ്റ് രേഖകൾ എന്നിവയൊക്കെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്നും പുറത്തുപോയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഓൺലൈൻ സോഫ്റ്റ്വെയർ മുഖേനയാണ് ഇതിന്റെ പാസ്വേഡ് ജനറൽ കൺവീനർക്കും പിന്നീട് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർക്കും കൈമാറുന്നത്. രഹസ്യമായി സൂക്ഷിക്കേണ്ട സോഫ്റ്റ്വെയർ പാസ്വേഡ് ആർക്കൊക്കെ പ്രോഗ്രാം കമ്മിറ്റി നൽകിയെന്ന് വ്യക്തമാക്കണം. ക്രിമിനൽ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇത്തരം ക്രമക്കേട് ആവർത്തിക്കാതിരിക്കാനും കലോത്സവം സുതാര്യമായി നടക്കാനും കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷ നടപടികൾ ഉണ്ടാവണം. ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികളായി എന്ന് തെളിയേണ്ടതുണ്ട്. ഇതിന് പോലീസ് വിജിലൻസ് അന്വേഷണം വേണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞ 2 അധ്യാപകർ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്. ജംഷീദ് അലി എന്ന് പറയുന്ന അധ്യാപകനും സന്ദീപ് എന്ന് പറയുന്ന അധ്യാപകനും. ഈ 2 അധ്യാപകരും ഇടതുപക്ഷ അധ്യാപക സംഘടനാ പ്രവർത്തകരാണ് എന്നാണ് വീക്ഷണം പത്രം പറയുന്നത്. ഈ 2 പേരും KHSTU എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനാ അംഗങ്ങളാണ്. അത് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അധ്യാപക സംഘടനയാണ്. അതിലെ അംഗങ്ങളാണ് ഇവർ 2 പേരും. പക്ഷെ വീക്ഷണം പത്രം പറയുന്നു ഇവർ 2 പേരും KSTA എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ പ്രവർത്തകരാണ് എന്ന് വീക്ഷണ പത്രത്തിൽ മാത്രം. വീക്ഷണ പത്രം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുള്ളത് മൊബൈലിലൂടെ വന്ന സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ്. പത്രം ഇവിടെ ഞങ്ങൾ ലഭ്യമല്ല എന്നുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം പ്രചരിച്ചുകൊണ്ടിരിക്കും. അത് ഒരു മിനിമം ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാണമില്ലായ്മയാണ്. ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ചെയ്തൊരു കുറ്റം മറ്റാരുടെയെങ്കിലും പേരടിക്ക് കയറ്റി വെച്ച് പോകുന്ന ഒരു നാണമില്ലായ്മയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല. അതുകൂടി പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. KPSTയ്ക്കായിരുന്നു പ്രോഗ്രാം കമ്മിറ്റി ചുമതല. എന്നാൽ വീഴ്ച KSTയുടെ ചുമതലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം വിലപ്പോവില്ല എന്നും ഭാരവാഹികളായ KC ഷാജിമോൻ, K വിപിനൻ, VP മനോജ്, M മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സഹകരണ മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ സർക്കാർ ഇടപെടണമെന്ന് നിയമസഭ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണമാണ് സഹകരണ ബാങ്കുകൾ നിർവഹിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ 60ാം വാർഷിക ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ 3 കുടുംബങ്ങൾക്ക് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. പുതിയ 3 വീടുകളുടെ പ്രഖ്യാപനവും അദ്ദേഹം നിർവഹിച്ചു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ 60ാം വാർഷിക ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബാങ്കിലെ നിർധനരായ 3 A ക്ലാസ് അംഗങ്ങൾക്ക് നിർമ്മിച്ച വീടുകളുടെ താക്കോൽ നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൈമാറി. പുതിയ 3 വീടുകളുടെ പ്രഖ്യാപനവും VD സതീശൻ നിർവഹിച്ചു. സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണമാണ് സഹകരണ ബാങ്കുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. സഹകരണ മേഖല പ്രതിസന്ധി നേരിടുന്ന കാലത്ത് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് സഹകരണ ബാങ്കുകൾ മുന്നോട്ടു പോകുന്നത്. ഇതിൽ ബാങ്ക് സാരഥികളോടുള്ള ജനങ്ങളുടെ വിശ്വാസം പ്രധാന ഘടകമാണെന്നും VD സതീശൻ പറഞ്ഞു. സമ്പത്ത് ഉണ്ടായാൽ അത് കൃത്യമായി എല്ലാ കൈകളിലേക്കും എത്തുന്ന തരത്തിലുള്ള അതിന്റെ നീതിപൂർവമായ പുനർവിതരണമാണ് യഥാർത്ഥത്തിൽ. ബാങ്ക് നല്ല ലാഭം ഉണ്ടാക്കുന്നു, ആ ലാഭത്തിന്റെ വിഹിതം ജനങ്ങളിലേക്ക് എത്തുന്നു. ഇതാണ് പ്രധാനം. ഒരുപാട് പ്രതിസന്ധികൾ സഹകരണ മേഖല നേരിടുന്ന ഒരു കാലത്താണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് എല്ലാവരെയും വിസ്മയപ്പെടുത്തിക്കൊണ്ട് 400 കോടി രൂപയുടെ ഡിപ്പോസിറ്റും അത്രയും ലോണും എല്ലാമായി ഏറ്റവും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒരു ബാങ്ക് നിലനിൽക്കുന്നത് ജനങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയിന്മേലാണ്. ആ ധനകാര്യ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ആ ബാങ്കിനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ സർക്കാർ കാര്യമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇന്ന് ഒരുപാട് ബാങ്കുകളിൽ അത് മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഗവൺമെന്റ് ഈ കാര്യത്തോട് ഗൗരവമായി സമീപിക്കില്ല എന്നുള്ളൊരു പരാതിയുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. നിയമസഭയ്ക്കകത്തും പുറത്തും സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം സഹകരണ മേഖല എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നട്ടെല്ലാണ്, സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. 26 വർഷം പെരിന്തൽമണ്ണയുടെ MLAയും വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്ത നാലകത്ത് സൂപ്പിയെ ചടങ്ങിൽ ആദരിച്ചു. IPL മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിഘ്നേഷ് പുത്തൂർ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ടെലിവിഷൻ റിയാലിറ്റി ഷോയിലെ താരമായ അമാനി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ആശാ വർക്കർമാരെയും ചടങ്ങിൽ ആദരിച്ചു. 33 ആശാ വർക്കർമാരെയാണ് ആദരിച്ചത്. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെ പ്രതിപക്ഷ നേതാവ് പ്രത്യേകം എടുത്തു പറഞ്ഞു. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ, അതായത് ഈ പാവങ്ങൾ ആദ്യം ജോലിക്ക് വയ്ക്കുന്ന കാലത്തോട് വേറെ ഏതെങ്കിലും ജോലിക്ക് വയ്ക്കും, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ജോലി ചെയ്താൽ മതി.
എന്ന് പറഞ്ഞിട്ട് ജോലി കൊടുത്ത ആളുകളാണ്. ഒരു ഓണറേറി 7,000 രൂപ കൊടുത്താണ്. ഇപ്പം ജോലി 12 മണിക്കൂറാണോ 14 മണിക്കൂറാണോ അറിയില്ല. ജോലി ഭർത്താക്കന്മാരെയൊക്കെ സമ്മതിക്കണം. രാത്രി ഇവർ വീട്ടിൽ ചെന്നാലും കുത്തി ഇരുന്ന് എഴുത്താണ് അല്ലേ രാത്രി ഇരുന്ന് ചെന്ന് കഴിഞ്ഞാലും വീട്ടിലെ കാര്യം ചെയ്യാൻ പറ്റില്ല. കുത്തി ഇരുന്ന് എഴുത്താണ് പാവം. എന്നിട്ട് 3 മാസമായിട്ട് കുടിശ്ശികയുണ്ട്. പിന്നെ 7,000 രൂപ എന്ന് പറയുന്നത് കൂട്ടുന്നില്ല. എന്നിട്ട് അവർ സമരം ചെയ്യാൻ പോയപ്പോൾ അവരോട് എല്ലാവരും കൂടി മോശമായിട്ട് വരുവാണ്. ഞാൻ അവിടെ പോയി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടും കൊടുത്തതാണ്. തീർച്ചയായിട്ടും അവരെ അർഹിക്കുന്ന ഒരു കാര്യമാണ്. PSC ചെയർമാനും മെമ്പർക്കൊക്കെ 3,80,000 അല്ലേ, ലക്ഷക്കണക്കിന് രൂപ എഴുതി കൊടുക്കുമ്പോൾ ഈ പാവങ്ങൾക്ക് 7,000 രൂപ എന്ന് പറയുന്നത് അവർക്ക് കേരളത്തിൻ്റെ മിനിമം വേജ് തന്നെ 600 രൂപയാണ് ഒരു ദിവസം. അത് വെച്ച് തന്നെ 30 ദിവസം വർക്ക് ചെയ്താൽ 18,000 രൂപ കിട്ടണം. അവർ ചോദിച്ചിരിക്കുന്നത് 21,000 രൂപയാണ്. അപ്പോൾ അവർ ഈ കോവിഡ് കാലത്ത് എന്തായിരുന്നു ചെയ്തത്? എല്ലാവരും പുറത്തിറങ്ങാൻ മടിക്കുന്ന കാലത്ത് ആകെ നമ്മളും ഉണ്ടായിരുന്നു, അവരും ഉണ്ടായിരുന്നു. റോട്ടിലിറങ്ങിയ നമ്മളാരും വീട്ടിൽ കയറി ഇരുന്നിട്ടില്ല. ഈ പാവങ്ങളുണ്ടായിരുന്നു. എല്ലാ വീടുകളും കയറി ഇറങ്ങിയ എല്ലാവരും ഭയക്കുന്ന കാലത്ത്, തൊട്ടടുത്ത ഒരു വീട്ടിൽ പോലും ഒരു കോവിഡ് രോഗി ഉണ്ടെങ്കിൽ ആളുകൾ സ്ഥലം വിട്ടു പോകുന്ന കാലത്ത് കോവിഡ് രോഗികളുള്ള വീടുകൾ വരെ കയറി ഇറങ്ങി ചെയ്ത ആളുകൾ. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ്, KPCC സെക്രട്ടറി വി ബാബുരാജ്, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി S അബ്ദുൽ സലാം, DCC പ്രസിഡന്റ് VS ജോയി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ, സഹകരണ സംഘം റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാർ വി അബ്ദുൽ നാസർ, മുനിസിപ്പൽ ലീഗ് സെക്രട്ടറി നാലകത്ത് ബഷീർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK രാജേന്ദ്രൻ, പെരിന്തൽമണ്ണ മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ C ഇർഷാദ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ഡയറക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആശ്രയ കിറ്റ് വിതരണം വൈകുന്നതിനെ ചൊല്ലി ചെർപ്പളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. മാസങ്ങളായി കിറ്റ് വിതരണം വൈകുന്നത് അനുവദിക്കാനാവില്ലെന്നും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ കൗൺസിലർ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ചേർന്ന ചെർപ്പളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് ആശ്രയ കിറ്റ് വിതരണത്തെ ചൊല്ലി വാക്കേറ്റമുണ്ടായത്. മാസങ്ങളോളമായി ആശ്രയ കിറ്റുകൾ വിതരണം വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് ഉന്നയിച്ച ആരോപണത്തെ അജണ്ടയിൽ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭരണസമിതി എതിർക്കുകയായിരുന്നു. പാവപ്പെട്ടവർക്ക് നൽകേണ്ട ആശ്രയ കിറ്റുകൾ മാസങ്ങളായി വൈകുന്നത് അനുവദിക്കാനാവില്ലെന്ന് കൗൺസിലർ ഇസ്ഹാഖും കിറ്റ് വിതരണത്തിൽ കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഏജൻസിയെ മാറ്റാനുള്ള നടപടിയാണ് ഭരണസമിതി സ്വീകരിക്കേണ്ടതെന്നും കൗൺസിലർ ഗഫൂർ അഭിപ്രായപ്പെട്ടു. നമ്മൾ കൃത്യമായി പൈസ കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം നിലവിലുണ്ട്. ഒരു മാസം ഒരു ഉദ്യോഗസ്ഥൻ ഇല്ലാത്തതിന്റെ പേരില് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണ കിറ്റ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഏജൻസിയെ മാറ്റാനുള്ളൊരു ഇച്ഛാശക്തി ഭരണസമിതി കാണിക്കാണ് വേണ്ടത്. അല്ലാതെ പാവപ്പെട്ട ജനങ്ങള് ഇവിടെ 10-ാം തീയതി മുതൽ ഇവിടെ ആളുകൾ വരിവരിയായിട്ട് വന്നു പോകുന്നത് കണ്ടില്ല എന്ന് ഭരണായാലും വേണ്ട പ്രതിപക്ഷമായാലും വേണ്ട ഇല്ലാന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. അതിന്റെ പുറമെ ഈ കൗൺസിലർമാർക്കൊക്കെ തന്നെ വിളികൾ വരാത്ത ആരാണുള്ളത്? കിറ്റുകൾ വന്നോ എന്ന് ചോദിച്ചിട്ട് ഇന്ന് എനിക്ക് 3 കോൾ വന്നു. അങ്ങനെ ഇവിടെ എനിക്ക് 33 ആളുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അടിയന്തരമായി ചെയ്യേണ്ടത് നിലവിൽ ഇവിടെ വിതരണം ചെയ്യുന്ന ഏജൻസി മാറ്റണമെങ്കിൽ അത് മാറ്റാനുള്ള നടപടിയാണ് എടുക്കേണ്ടത്. പാവപ്പെട്ട ആളുകൾക്ക് ആശ്രയ കിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നം ഇവിടെ മാസങ്ങളായി വൈകുകയാണ്. ആ വൈകുന്നത് കൗൺസിലിന്റെ ശ്രദ്ധയില് ക്ഷേമത്തിന്റെ ഒരു അജണ്ട വരുമ്പോ അതിന് ആ കാര്യം പറയാൻ അല്ലെങ്കിൽ ആശ്രയ കിറ്റുകളുടെ അജണ്ട വെക്കായിരുന്നോ? കൗൺസിലിന്റെ കൂടില്ല. ഞങ്ങൾ ഓരോ അജണ്ടയിലാണ് അത് ഇത് നിങ്ങൾ പറയില്ല. എന്നാൽ പാവപ്പെട്ട വരുന്ന ആളുകളുടെ എന്നാൽ ആശ്രയ കിറ്റുകൾ മുൻകാലത്തേക്കാൾ ചിട്ടപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നുണ്ടെന്നും ചില മാസങ്ങളിൽ വൈകുന്നത് ദ്രുതഗതിയിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. ആശ്രയ കിറ്റ് കൊടുക്കുന്നതിൽ മുൻകാലത്തേക്കാൾ ചിട്ടപ്പെട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ചില മാസം വൈകിട്ടുണ്ട്, ചില മാസം ഇപ്പൊ സാമ്പത്തികമായിട്ട് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടോ എന്തൊരു കാര്യമില്ല. അത് റവന്യൂ ഓഫീസർ വന്നു, ഹെൽത്ത് ഓഫീസർ ട്രാൻസ്ഫർ ആയി. ഈ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് പേരോട് അഡ്വാൻസ് കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ അത്യാവശ്യം മുടക്കുന്നുണ്ട്. അതൊക്കെ ദ്രുതഗതിയിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുക. ദ്രുതഗതിയിൽ പരിഹരിക്കാനാണ് ഉണ്ടാക്കിയിട്ട്, അല്ലാതെ അത് വേറെ അനാവശ്യമൊന്നും എന്നല്ല.
കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി മണ്ണാർക്കാട് പുതുവപ്പാടം മലയോര നിവാസികൾ. അനുവദിച്ച തൂക്കുവേലി നിർമ്മാണം അനിശ്ചിതമായി നീളുന്നു. മരം മുറിക്കാനുള്ള അനുമതി വൈകുന്നതാണ് നിർമ്മാണം നീളാനുള്ള കാരണമെന്ന് കരാറുകാരൻ. പൊതുവപ്പാടം മൈലാമ്പാടം മേഖലകളിൽ ആനശല്യം കാരണം വലിയ പ്രയാസമാണ് പ്രദേശവാസികൾ നേരിടുന്നത്. വേനൽക്കാലമായതിനാൽ പുലർച്ചെയാണ് ടാപ്പിംഗ് നടത്തുന്നത്. കാട്ടാനകൾ ഇറങ്ങുന്നത് കാരണം ടാപ്പിങ്ങിന് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ആനശല്യം വളരെയധികം കൂടുതൽ ഈ പൊതുവപ്പാടം ഭാഗത്താണ് ഉള്ളത്. അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു ജീവിതമാണ്. മറ്റുള്ള മൃഗങ്ങളെ ശല്യത്തിൻ്റെ ഇപ്പോൾ നമ്മൾക്ക് പറയാനില്ല, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രാത്രി ഇറങ്ങി നടക്കാൻ, സന്ധ്യയാകുമ്പോൾ ഇറങ്ങി നടക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ ശരിക്ക് കിടക്കാൻ പറ്റില്ല. ആ രൂപത്തിലാണ് ആനയുടെ ശല്യം. ഒരു സാധനവും വീട്ടിൽ കുഴിച്ചിട്ടിട്ടോ ഉണ്ടാക്കാൻ പറ്റില്ല. വാഴ, മറ്റുള്ള മൃഗങ്ങളൊക്കെ, തെങ്ങ്, മറ്റേ വാഴ, ഇതിൻ്റെ ഒരുപാട് ശല്യങ്ങളുണ്ട്. അത് ദയവ് വിചാരിച്ചിട്ട് നിങ്ങളത് ഒന്ന് ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. ഇവിടെ ഞങ്ങൾക്ക് ആനശല്യം ഭയങ്കരതാണ്. അതായത് ഒരു നടന്ന് കുട്ടികളോ മക്കളോ വേറെ ആൾക്കാർക്ക് നടക്കാൻ പാടില്ലാത്ത അവസ്ഥയ്ക്ക്. അപ്പോൾ ഈ ഫെൻസിങ് മേക്കളപ്പാറ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നില്ല. അത് എന്ത് കാരണമെന്നുള്ള സാറന്മാരെ അതിന് നല്ലോണം ഞങ്ങളെ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആനയും കല്ലിന് എന്നും കാവലിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദയവ് വിചാരിച്ച് ഇതുവരെ ഈ ഫെൻസിങ് എത്തിച്ച് കയറുക. ഞങ്ങൾക്ക് അതാണ് സാറന്മാരോട് പറയാനുള്ളത്. സന്ധ്യയായാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് പ്രദേശത്ത്. കാട്ടാനകളും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുകയാണ്. ഭയന്നാണ് വീട്ടിൽ പോലും കഴിയുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മേക്കളപ്പാറ ഭാഗത്ത് ആനശല്യം രൂക്ഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫെൻസിങ്ങിൻ്റെ പരിപാടി മേക്കളപ്പാറ കുറേ സ്ഥലത്ത് ഇട്ടു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പൊതുവപ്പാടം ഭാഗത്ത് ഇട്ടിട്ടില്ല. അത് 6 മാസത്തിനുള്ളിൽ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒന്നും അറിവായിട്ടില്ല. ടാപ്പിങ്ങുകാർക്കും പാലുകാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആനശല്യം കുറവുണ്ട്. ഈ ഭാഗത്ത് ഇട്ടിട്ട് പൊതുവപ്പാടം ഭാഗത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഉടനെ ശരിയായി കിട്ടുവാണെങ്കിൽ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പാടാത്ത കണ്ടീഷനാണ്. കാട്ടാന ശല്യം തടയാൻ ഒരു പരിധിവരെ തൂക്കുവേലി നിർമ്മാണത്തിലൂടെ സാധിക്കുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയായ മേഖലയിൽ 80% വരെ ശല്യം കുറഞ്ഞിട്ടുണ്ട്. മേക്കളപ്പാറ മുതൽ പൊതുവപ്പാടം കുരുത്തിച്ചാൽ വരെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. രാത്രി ഇപ്പോൾ ഈ വേനൽക്കാലമായതുകൊണ്ട് രാത്രി 2 മണി 3 മണി സമയത്തൊക്കെ ഞങ്ങൾക്ക് വെട്ടാൻ പോകണം, ടാപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഈ ആനശല്യം ഇപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ പണി ഉടനടി ഈ ഭാഗത്ത് പൂർത്തിയാക്കണം. അതിന് വേണ്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉടനടി ചെയ്യണം. ഞങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ പണിക്ക് പോകാനും മറ്റുള്ളതിനും സാധിക്കണില്ല. ഞങ്ങൾ ഒരുപാട് ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും തന്നെ രാത്രി ഇറങ്ങി പണിയെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിന് കൂടി ആയിട്ടുള്ള ഉടനടി അതിനൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കോട്ടോപ്പാടം പഞ്ചായത്തിലെ അമ്പലപ്പാറ മുതൽ കുമരംപുത്തൂർ പഞ്ചായത്തിലെ കുരുത്തിച്ചാൽ വരെ 16 കിലോമീറ്റർ തൂക്കുവേലി നിർമ്മാണത്തിനാണ് അനുമതി ലഭിച്ചത്. ഇതിൽ അമ്പലപ്പാറ മുതൽ പൊതുവപ്പാടം ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് വരെയുള്ള 8 കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയായി. പൊതുവപ്പാടം മുതൽ കാരാപ്പാടം വരെയുള്ള ഭാഗത്തെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല. 1 കിലോമീറ്റർ ഭാഗത്ത് കാലുകൾ സ്ഥാപിച്ചതൊഴിച്ചാൽ മറ്റ് നടപടികളൊന്നും നടത്തിയിട്ടില്ല. വേലി സ്ഥാപിക്കുന്ന ഭാഗങ്ങളിലെ മരങ്ങൾ മുറിക്കാനുള്ള അനുമതി വൈകുന്നതാണ് നിർമ്മാണത്തിന് തടസ്സമെന്നാണ് കരാറുകാരൻ പറയുന്നത്. അതേസമയം നിർമ്മാണം പുരോഗമിക്കുന്ന മുറയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ നീക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് അറിയിച്ചു. മണ്ണാർക്കാട് അമ്പംകുന്ന് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ മഖാമിലെ 3 ദിവസം നീണ്ടുനിന്ന നേർച്ച സമാപിച്ചു. കോങ്ങാട് MLA ശാന്തകുമാരി, മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ, KTDC ചെയർമാൻ PK ശശി തുടങ്ങിയവർ നേർച്ചയിൽ പങ്കെടുത്തു.
അമ്പംകുന്ന് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ മഖാമിലെ 59ാമത് നേർച്ചയാണ് അന്നദാനത്തോടെ സമാപിച്ചത്. ജാതിമത ഭേദമില്ലാതെ ദേശാന്തരങ്ങൾ താണ്ടി പതിനായിരങ്ങളാണ് നേർച്ചയ്ക്ക് എത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് കൊട്ടിലമ്മാരനാഗന്റെ മകൻ രാജന്റെ വീട്ടിൽ നിന്നുള്ള ആദ്യ പെട്ടിവരവോടെയായിരുന്നു നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. വാദ്യങ്ങളുടെയും നൂറുകണക്കിന് വിശ്വാസികളുടെയും അകമ്പടിയോടെ രാജന്റെ വീട്ടിൽ നിന്നുള്ള ആദ്യ അപ്പപ്പെട്ടികൾ മക്കാം ഭാരവാഹികൾ യാനബി ചൊല്ലി മക്കാം പരിസരത്ത് സ്വീകരിച്ച ശേഷം മക്കാമിലേക്ക് ആനയിച്ചു. ഒപ്പം വിശ്വാസികളും മക്കാമിലേക്ക് ഒഴുകി. തങ്ങളുടെ പ്രയാസങ്ങളും പ്രതീക്ഷകളും എണ്ണിപ്പറഞ്ഞ് ദർഗയിൽ വിശ്വാസികൾ പ്രാർത്ഥിച്ചു. അപ്പപ്പെട്ടിയുമായി വരുന്നവരെ നേർച്ചാ ഭാരവാഹികൾ വാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് മക്കാമിലേക്ക് സ്വീകരിച്ചത്. മക്കാമിലെത്തിയ എൻ ഷംസുദ്ദീൻ MLA, മക്കാം പ്രതിനിധികളായ ഫക്രുദ്ദീൻ, സുനിൽ എന്നിവർ സ്വീകരിച്ചു. MLA ഉപ്പാപ്പയുടെ ഖബറിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. ധാരാളം ആളുകൾ ഇന്ന് ഇവിടെ ഈ കേന്ദ്രത്തിൽ എത്തിച്ചേരാറുണ്ട്. അവരുടെ ഒരു മാനസിക സംതൃപ്തിയുടെ ഭാഗമായി എല്ലാവരും വന്ന് പോകുന്ന ഒരു കേന്ദ്രമാണ്. പ്രത്യേകിച്ച് നേർച്ച ദിവസങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. മാത്രവുമല്ല, വിവിധ ജാതി മതസ്ഥർ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ് ഈ അമ്പംകുന്ന് ബീരാൻ ഔലിയ പാപ്പയുടെ ഇവിടുത്തെ ഈ നേർച്ച. അപ്പോൾ അതിൽ വരാനും ഇവിടെയുള്ള ആളുകളെ കാണാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനും കഴിയുന്നത് ഏറെ മനസ്സിനൊരു കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്. ഇന്നും ഇവിടെ വന്നു. ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളും ഇവിടുത്തെ ഉസ്താദുമാരുമായിട്ടുള്ള ഫക്രുദ്ദീനും അതുപോലെ തന്നെ കബീർ ഉസ്താദും റാഷിയും ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന രാജേഷും സുനിലും ഒക്കെ അടക്കമുള്ള ആളുകളെ കണ്ടു. ഇവിടെ വന്നിട്ടുള്ള ധാരാളം നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്. അവരോടൊക്കെ സൗഹൃദങ്ങൾ പങ്കുവച്ചു. ഇത്തരം പ്രാദേശികമായ ആഘോഷങ്ങൾ അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. എല്ലാവരും ചേർന്നാണ് ഇത്തരം വിശേഷങ്ങൾ ആഘോഷിക്കുന്നത്. കോങ്ങാട് MLA ശാന്തകുമാരി, CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ എന്നിവർക്കൊപ്പമാണ് ദർഗയിലെത്തിയത്. മനസമാധാനം ഒന്നിനെയും തള്ളിപ്പറയാൻ താൻ ആളില്ലെന്ന് അമ്പംകുന്നിലെത്തിയ KTDC ചെയർമാൻ PK ശശി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാനിതിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു വിഷയം, ഒരു പ്രശ്നമുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇതിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ ഒത്തുകൂടുന്ന ആളുകളുടെ എണ്ണമെന്ന് പറയുന്നത് 10,000-ങ്ങളാണ്. 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ ഒത്തുകൂടുന്നുണ്ടെങ്കിൽ ആ ഒത്തുകൂടുന്ന ജനങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർക്ക് മനസ്സമാധാനവും അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചവും കിട്ടുന്ന ഒന്നിനെയും തള്ളിപ്പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് തന്നെ ഈ അമ്പംകുന്ന് നേർച്ചയെ ഞാൻ 100 വട്ടം ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സെക്കുലറാണ്, ഇത് മതനിരപേക്ഷമാണ്. കാരണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം ഒരു പരിപാടിയല്ല. ഇത് ഹിന്ദുക്കളുണ്ട്, എത്രയോ ആളും, ഞാനിപ്പോൾ 100 കണക്കിന് ഹിന്ദുക്കളെയാണ് ഞങ്ങൾ വരുന്ന സമയത്ത് കണ്ടത്. അപ്പോൾ ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വിവിധ പ്രദേശങ്ങൾ, ഉൾപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ അർത്ഥം അവിടെ നിന്ന് ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും ആന്ധ്രയാണെങ്കിലും അവിടെ നിന്നൊക്കെ ആളുകൾ ഇവിടെ വരുന്നത് അവരുടെ ഒരു മനസ്സമാധാനവും ഒക്കെ ഒരു മനസ്സൗഖ്യം പ്രതീക്ഷിച്ചിട്ടാണ്. ആ കാരണം കൊണ്ട് തന്നെ അവരെല്ലാം അംഗീകരിക്കുന്ന ഒരു പരിപാടിയെ തള്ളിക്കളയേണ്ട ആവശ്യം ആർക്കും തന്നെയില്ല. ഇവിടെ ഒത്തുകൂടുന്ന ആളുകൾക്ക് ആ സമാധാനം ലഭിക്കട്ടെ. തിങ്കളാഴ്ച നടത്തിയ അന്നദാനത്തിൽ 10,000-ഓളം വിശ്വാസികളാണ് പങ്കാളികളായത്. അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സിന്റെ 4ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. P മമ്മിക്കുട്ടി MLA പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റിയിലെ ഓഫീസർമാരുടെ ഏക അംഗീകൃത സംഘടനയായ അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സിന്റെ 4ാമത് പാലക്കാട് ജില്ലാ സമ്മേളനമാണ് ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റി ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നത്. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ നല്ല നിലയിലുള്ള പിന്തുണയും സഹകരണവും അവരുടെ സമർപ്പിതമായിട്ടുള്ള ഇടപെടലും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിച്ചു മുന്നോട്ട് പോകാൻ സ്വാഭാവികമായും എന്തു ചെയ്താലും ഒട്ടേറെ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ കേൾക്കാനിടയുള്ള ഈ ഒരു മേഖലയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായും ജനപ്രതിനിധികളുമായും ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുക എന്ന താല്പര്യത്തോടുകൂടി യഥാർത്ഥത്തിൽ ഈ മേഖലയിലുള്ള ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന അഭിപ്രായമാണുള്ളത്. സംഘടനാ ജില്ലാ പ്രസിഡന്റ് T നാസർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി അരുൺകുമാർ, KWA പാലക്കാട് സർക്കിൾ സൂപ്രണ്ട് എഞ്ചിനീയർ EN സുരേന്ദ്രൻ,
സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ, ഷൊർണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജയപ്രകാശ്, KGOA സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ കെ രാജേന്ദ്രൻ, KWAEU CITU ബ്രാഞ്ച് സെക്രട്ടറി എ നന്ദകുമാർ, KCBOA ജില്ലാ പ്രസിഡന്റ് CK പ്രകാശൻ, കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മോഹനൻ, ആർ ശ്യാംലാൽ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം പനമണ്ണ UP സ്കൂളിന്റെ 116-ാം വാർഷികം വിവിധ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു. രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10 മണിക്ക് സ്കൂൾ മാനേജർ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വൈകുന്നേരം 6 മണിക്ക് ചേർന്ന പൊതുയോഗത്തിൽ രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഭദ്രദീപം കൊളുത്തി വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് KP മൂസക്കോയ അധ്യക്ഷനായി. രാജലക്ഷ്മി ഡിജിറ്റൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം AO C ശാന്തകുമാരി പ്രതിഭകളെ അനുമോദിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി V ശ്രീഹരി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സ്കൂളിലെ രക്ഷിതാവായ കമുർനീസ ബദറുദ്ദീൻ രചിച്ച മിന്നാമിന്നികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പാരിഷ് നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് P ബീന, ഒറ്റപ്പാലം BPC പ്രഭാകരൻ, PTA വൈസ് പ്രസിഡന്റ് T അബുതാഹിർ, സീനിയർ അധ്യാപകൻ MT സൈനുൽ ആബിദീൻ, സാഹിത്യകാരി റുക്കിയ സാക്കിർ, MPTA വൈസ് പ്രസിഡന്റ് P സാബിറ, സ്റ്റാഫ് പ്രതിനിധി B ഹേമ ഷിജ തുടങ്ങിയവരും സംസാരിച്ചു. പൊതുസമ്മേളനത്തിനു ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം ഫെബ്രുവരി 25-ന് ഒറ്റപ്പാലം BEM UP സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി നാസ്തികത മാനവികതയ്ക്കെതിരെ എന്ന വിഷയത്തിൽ തുറന്ന സംവാദവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനമാണ് ഫെബ്രുവരി 25-ന് ചൊവ്വാഴ്ച വൈകിട്ട് 6:30 നടക്കുന്നത്. KNM ജില്ലാ പ്രസിഡന്റ് NAM ഇസ്ഹാഖ് മൗലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി നാസ്തികത മാനവികതയ്ക്കെതിരെ എന്ന വിഷയത്തിൽ പ്രമുഖ വാഗ്മിയും പ്രഭാഷകനുമായ MM അക്ബർ തുറന്ന സംവാദം നടത്തും. കൂടാതെ നവോത്ഥാനം പ്രവാചക മാതൃകയിലൂടെ എന്ന പ്രമേയത്തിൽ ഷെരീഫ് മേലേതിൽ മുഖ്യപ്രഭാഷണവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിലെ മതനിഷേധവും ദൈവനിഷേധവും മതമൂല്യങ്ങളോടുള്ള നീരസവും പുതിയ തലമുറയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രത്യേക വിഭാഗമായി തന്നെ ചില ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നാസ്തികത മാനവികതയ്ക്കെതിരെ എന്ന രൂപത്തിൽ ഒരു ഹെഡിങ്ങിൽ ഒരു തുറന്ന സംവാദം ഒറ്റപ്പാലം BEM UP സ്കൂൾ ഗ്രൗണ്ടിൽ നാളെ ചൊവ്വാഴ്ച 6:30 മണിക്ക് പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ MM അക്ബർ ഒരു തുറന്ന സംവാദത്തിൽ സംസാരിക്കും. കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ശീർഷകത്തിൽ നടത്തുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മണ്ഡലം സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം KNM ജില്ലാ പ്രസിഡന്റ് NAM ഇസ്ഹാഖ് മൗലവി ഉദ്ഘാടനം നിർവഹിക്കും. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ ഷെരീഫ് മേലേതിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ PV ഹംസ, PP അബ്ദുൽ സലാം, KP അബൂബക്കർ, K മൊയ്തുട്ടി, ഇദ്രീസ് സ്വാലിഹി തുടങ്ങിയവരും പങ്കെടുത്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് സുന്നി മഹല്ല് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ നവോത്ഥാന സമ്മേളനം 26-ന് ബുധനാഴ്ച പട്ടാമ്പിയിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണിക്ക് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ KP വാപ്പുട്ടി പതാക ഉയർത്തുന്നതോടെ സമ്മേളനം തുടങ്ങും.
പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കും. SYS ജില്ലാ പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പ്രാർത്ഥന നടത്തും. സമസ്ത കേന്ദ്ര മുഷാവറ വൈസ് പ്രസിഡന്റും SMF ജില്ലാ പ്രസിഡന്റുമായ നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനാകും. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് BAC കുട്ടിഹാജി ആമുഖ പ്രഭാഷണം നടത്തും. ആരാധന സംരക്ഷണ നിയമം, വഖഫ് ബില്ലും ഏക സിവിൽ കോഡും, സമസ്ത പിന്നിട്ട നാൾവഴികൾ, മഹല്ലുകൾ നമുക്ക് ശാന്തി തീരങ്ങളാക്കാം എന്നീ വിഷയങ്ങൾ യഥാക്രമം അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, അബ്ദുസമദ് പൂക്കോട്ടൂർ, ഡോക്ടർ KT ഹാരിസ് ഉദവി കുറ്റിപ്പുറം എന്നിവർ അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന ചർച്ച സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി E അലവി ഫൈസി കുളപ്പറമ്പ് ഉദ്ഘാടനം ചെയ്യും. വഖഫ് ബില്ല്, ഏക സിവിൽ കോഡ് എന്നിവയ്ക്കെതിരെയുള്ള പ്രതിഷേധ സംഗമം കൂടിയാകും സമ്മേളനമെന്നും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ KP വാപ്പുട്ടി, ജനറൽ കൺവീനർ VAC കുട്ടിഹാജി, SMF ജില്ലാ ട്രഷറർ യൂസഫ് ഹാജി കാരക്കാട്, വൈസ് പ്രസിഡന്റ് ഹമീദ് ഹാജി പൊന്നംകോട്, സെക്രട്ടറി A സെയ്ദ്, വൈസ് പ്രസിഡന്റ് P സയ്യിദ് അലി മാസ്റ്റർ, TP ഉസ്മാൻ, ET റഷീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ ഉപാധ്യക്ഷനും സുന്നി മഹല്ല് ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട CK ബഹുമാനപ്പെട്ട MP കുഞ്ഞോമർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കേരളത്തിലെ വളരെ പ്രസിദ്ധരായ പ്രഭാഷകരായ അബ്ദുസമദ് പൂക്കോട്ടൂർ, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ഹാരിസ് ബാക്കവി എന്നിവർ കാലികമായ വിവിധങ്ങളായ വിഷയങ്ങൾ, ഉദാഹരണം വഖഫ് ബില്ല്, ഏക സിവിൽ കോഡ്, അതുപോലെ തന്നെ ആരാധനാലയ നിയമങ്ങൾ, സംരക്ഷണ നിയമം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളും അതുപോലെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ കർമ്മ പദ്ധതികളും ഈ പരിപാടിയിൽ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നതിനെ സംബന്ധിച്ച് വിശദമായി ഇവിടെ വിശകലനം ചെയ്യേണ്ടതില്ല. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയുന്നത് വിധം പോലെ അതിന്റെ കീഴ്ഘടകങ്ങളായ 14ഓളം കീഴ്ഘടകങ്ങൾ, അതിൻ്റെതായ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കി വരികയാണ്. സോ ഇതിനോടനുബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന പരിപാടി ഒരു വർഷത്തിൽ 70ഓളം കുട്ടികളുടെ വിവാഹം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമതികളായ പല ആളുകളുടെയും സഹായ സഹകരണത്തോടുകൂടിയാണ് ഇതൊക്കെ നടത്തുന്നത്. ഇങ്ങനെയുള്ള പല പരിപാടികളും നടത്തുന്ന ഈ സംഘടന വൃദ്ധരായ നിരാലംബരായ ആളുകളുടെ വിദ്യാഭ്യാസപരമായ, സാമൂഹികപരമായ, സാംസ്കാരികമായ എല്ലാ തരത്തിലുള്ള ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവെക്കുന്നു. ചെർപ്പശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിന്റെ 119ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും വർണ്ണാഭമായി. VK ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു നൂറ്റാണ്ടിലധികമായി പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയ ചെർപ്പശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിന്റെ 119ാം വാർഷികാഘോഷമാണ് വെള്ളിയാഴ്ച നടന്നത്. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ ഇബ്രാഹിം അബ്ദുൽ ഹക്കീം മാസ്റ്റർക്കുള്ള യാത്രയപ്പും സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. VK ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂളിന്റെ ആവശ്യങ്ങൾ MPക്ക് മുമ്പിൽ അവതരിപ്പിച്ച് സ്കൂളിലെ വിദ്യാർത്ഥി അനിരുദ്ധ് നടത്തിയ ആമുഖ പ്രഭാഷണം ശ്രദ്ധേയമായി. കായിക പരിശീലനത്തിന് ആവശ്യമായ ഒരു കളിസ്ഥലമോ ഇടവേളകൾ ഉല്ലാസപ്രദമാക്കുന്നതിനുള്ള ഒരു പാർക്കോ ഞങ്ങൾക്കില്ല. ഈ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എത്രയും വേഗം ഈ ആവശ്യങ്ങൾക്കുള്ള ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വരും വർഷങ്ങളിൽ ഉയർച്ചയുടെ നെഞ്ചുകൊടി പാറിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കാനും ഞങ്ങളുടെ എളിയ കലാവിരുന്ന് കണ്ട് ആസ്വദിക്കാനും ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി. പ്രസംഗം കൗതുകത്തോടെ വീക്ഷിച്ച MP സ്കൂളിന് ബസ് നൽകുമെന്നും സ്കൂളിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കൂടെ ഉണ്ടാവുമെന്നും ഉറപ്പു നൽകി. അനിരുദ്ധിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. അനിരുദ്ധിനെ ഇതിനൊക്കെ പാകപ്പെടുത്തിയ അധ്യാപകരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. കുട്ടികൾ പറഞ്ഞാൽ ആരും കേൾക്കുമല്ലോ. അധ്യാപകർ
പറഞ്ഞാൽ അങ്ങനെയൊന്നും കേട്ടോളുന്നില്ല. AEO വന്ന ഉടനെ എന്നോട് എൻ്റെ സുഹൃത്തു കൂടിയായ രാജൻ പറഞ്ഞു, ഇത് പാവപ്പെട്ട ഒരു സ്കൂളാണ്, പക്ഷെ ആ മിടുക്കൻ ഒരു തെറ്റും കൂടാതെ വളരെ വൃത്തിയും വെടുപ്പോടു കൂടി പറയേണ്ട കാര്യം ലളിതമായി ചുരുക്കി പറഞ്ഞതിനാണ് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നത്. അവന് നല്ല ഭാവിയുണ്ട്, ആളെ നല്ല ഭാവിയുള്ള കുട്ടിയാണ്. ഇവരെ സെലക്ഷൻ ഗംഭീരമാണ്. നഗരസഭ പൊതുമരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ടീച്ചർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ പ്രസിഡന്റ് AP രമേശ് കുമാർ, കൗൺസിലർമാരായ KM ഇസ്ഹാക്ക്, KT അബ്ദുൽ സലാം, KK ഉഷ, K സൗമ്യ, ചെറുപ്പശ്ശേരി AEO E രാജൻ, BPC PC ശിവശങ്കരൻ, MPTA പ്രസിഡന്റ് ഫാത്തിമ, SMC ചെയർമാൻ ഷാജി പുലാക്കാട്, ശാസ്ത്രനിധി മുഹമ്മദ് കബീർ, പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വേനലിന്റെ തുടക്കത്തിൽ തന്നെ തിരുവിഴാങ്കുന്ന മലേരിയം തോട് വറ്റി വരണ്ടു. വെയിലിന്റെ ശക്തമായ കാഠിന്യമാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തോട് ഇത്തവണ നേരത്തെ വറ്റാൻ കാരണം. തോട്ടിലെവിടെയും തടയണകളില്ലാത്തത് കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. മാർച്ച് മാസം അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആദ്യവാരം ആകുമ്പോഴേക്കായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ തോട് വറ്റിയിരുന്നത്. എന്നാൽ ഇത്തവണ 1.5 മാസം മുന്നേ തന്നെ നീരൊഴുക്ക് ഇല്ലാതെയായി. അങ്ങിങ്ങായുള്ള ചെറിയ കുഴികളിൽ മാത്രം അല്പം വെള്ളമുള്ളതൊഴിച്ചാൽ തോട് മരുഭൂ സമാനമാണിപ്പോൾ. എന്നോ ഒഴുകിയ വെള്ളത്തിൽ ഒലിച്ചു വന്ന തെങ്ങിൻ പട്ടകളും മരത്തടികളും അങ്ങിങ്ങായി കാണാം. തോടിനെ മാത്രം ആശ്രയിച്ച് കൃഷിയിറക്കിയ കർഷകരും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഒഴുക്കുള്ള സമയങ്ങളിൽ വെള്ളം കെട്ടി നിർത്താൻ സ്ഥിരം തടയണകൾ ഇല്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 74ാം വാർഷികാഘോഷവും വിരമിക്കുന്ന 7 അധ്യാപകർക്കുള്ള യാത്രയപ്പും നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ P. സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അത്രമഹിതമായ പോരാട്ടത്തിന്റെ ദേശം പള്ളിക്കുറുപ്പ് എല്ലാം ഈ ചരിത്ര ഭൂപ്രദേശങ്ങളാണ്. തൊട്ടുള്ള എല്ലാ പ്രദേശങ്ങളും ആ തരത്തിലുള്ള പ്രദേശങ്ങളാണ്. ഞാൻ എലമ്പലാശ്ശേരി വന്നേ, അത് എലമ്പലാശ്ശേരി ഉണ്ണിമൂസ എന്ന് പറയുന്ന 19ാം നൂറ്റാണ്ടിലെ ഒരു വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 4-5 പോരാളികളുണ്ടായിരുന്നു. പടച്ചിയുടെ ഒപ്പം നിന്ന് പോരാടിയതിൻ്റെ പേരിൽ എല്ലാവരെയും ബ്രിട്ടീഷുകാർ കൊന്നു. അങ്ങനെയുള്ള ഒരു വലിയ ദേശം എൻ്റെ എഴുത്ത് ജീവിതവുമായി ബന്ധപ്പെടുന്ന കിടക്കുന്ന ദേശം. ശ്രീകൃഷ്ണപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് എത്രയോ സുഹൃത്തുക്കൾ എന്നോടൊപ്പം സ്വാമിനാഥ വിദ്യാലയത്തെ ടീച്ചർ ട്രെയിനിങ്ങിന് പഠിച്ചിരുന്നു എന്ന് ഇതൊക്കെ ഓർത്തുപോയി. PTA പ്രസിഡന്റ് A. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാർ സിംഗർ ഫെയിം ഭവൻ വിനോദ് മുഖ്യാതിഥിയായിരുന്നു. ചെറുപ്പശ്ശേരി AEO E രാജൻ, മാനേജർ K. രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ PS ആര്യ, പ്രധാനാധ്യാപിക NK സീന, ഡെപ്യൂട്ടി HM B. സുനിതകുമാരി, PTA വൈസ് പ്രസിഡന്റ് PG മോഹനകൃഷ്ണൻ, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് MSN സുധാകരൻ, പെരുമാങ്ങോട് ALP സ്കൂൾ HM A. ദിനേശൻ, MPTA പ്രസിഡന്റ് വസന്തകുമാരി, P. വിദ്യ, സർവീസിൽ നിന്നും വിരമിക്കുന്ന വിജയൻ, K. ഗീത, P. മിനി, N. ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിദ്യാലയത്തിൽ വിവിധ മേഖലകളിൽ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും യോഗത്തിൽ നടന്നു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. 100 ദിവസം പൂർത്തീകരിച്ച് മുതുകുറിശ്ശിയിലെ മേക്ക് 7 വ്യായാമ കൂട്ടായ്മ. 100ാം ദിനത്തിൽ തൈകൾ വെച്ചും ബൈക്ക് റാലി നടത്തിയും പ്രവർത്തകർ സന്ദേശ പ്രചരണം നടത്തി. ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്ത് എന്ന ലക്ഷ്യവുമായി സൗജന്യമായി വ്യായാമമുറകൾ പരിശീലിപ്പിച്ച് മുന്നേറുന്ന MEC 7 പൊതുജനാരോഗ്യ സേനയുടെ മുതുകുറിശ്ശി യൂണിറ്റാണ് പ്രവർത്തനപാതയിൽ 100 ദിവസങ്ങൾ പൂർത്തീകരിച്ചത്. വ്യത്യസ്തമായ വ്യായാമമുറകൾ സംയോജിപ്പിച്ച് രൂപം നൽകിയതാണ്
മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ അഥവാ MEC7. ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്ത് എന്ന ലക്ഷ്യവുമായി സൗജന്യമായാണ് ഈ വ്യായാമമുറ പരിശീലിപ്പിക്കുന്നത്. ജാതിമതഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തി പ്രവർത്തിച്ചു വരുന്ന MEC7 മുതുകുർശി VRUP സ്കൂളിൽ നടത്തിവരുന്ന ക്യാമ്പിന്റെ 100ാം ദിവസം 100 മരത്തൈകൾ നട്ടുപിടിപ്പിച്ചും പ്രചരണ ബൈക്ക് റാലി സംഘടിപ്പിച്ചുമാണ് പ്രവർത്തകർ ആഘോഷിച്ചത്. തൈനാടിൽ ഉദ്ഘാടനം തഹസിൽദാർ A. വേണുഗോപാൽ നിർവഹിച്ചു. VRUP സ്കൂൾ മാനേജർ ഉണ്ണി എളെടുത്ത് ബൈക്ക് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. MEC7 യൂണിറ്റ് കോർഡിനേറ്റർമാരായ അബ്ദുള്ള മാസ്റ്റർ, ഇസ്മായിൽ മാസ്റ്റർ മാടാല തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. MEC7 ട്രെയിനർമാരായ അഷ്റഫ് കരിമ്പനക്കൽ, ബഷീർ പഴത്തൊടി, ഇക്ബാൽ കുന്നക്കാവ്, KT ബഷീർ, ബഷീർ മാടാല, സതീഷ് മാസ്റ്റർ, ജയരാജ് എളെടുത്ത് തുടങ്ങിയവർ ബൈക്ക് റാലിയെ നയിച്ചു. നമ്മളുടെ VRUP സ്കൂളിൽ MEC7 എക്സർസൈസ് തുടങ്ങിയിട്ട് ഇന്നേക്ക് 100 ദിവസം തികയാണ്. ആ 100ാം ദിനത്തിൻ്റെ ആഘോഷമായിട്ട് നമ്മളൊരു ബൈക്ക് റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ചെടികൾ 100 പേര് നട്ട് അതിനെ പരിപാലിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടിയും വെച്ചിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണശേഷമാണ് ചായയും അതുപോലെ തന്നെ പലഹാരവും കഴിച്ചതിന് ശേഷമാണ് ബൈക്ക് റാലി പുറപ്പെടുന്നത്. ബൈക്ക് റാലി മാവുണ്ടിരിയിൽ നിന്ന് ഏലംകുളം പമ്പിൽ പോയിട്ടാണ് തിരിച്ചു പോരുക. നമ്മളിതിൻ്റെ ഒരു പ്രചരണം എന്ന നിലക്കാണ് ഈ ഇത്തരം പരിപാടികൾ വെച്ചിട്ടുള്ളത്. എന്തിനാ അത് പ്രചരിപ്പിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ആരോഗ്യ സംരക്ഷണം MEC7 പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. പല ആൾക്കാർക്കും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആശുപത്രിയിൽ പോയിട്ടും ഡോക്ടറെ കണ്ടിട്ടും ടെസ്റ്റ് ചെയ്തിട്ടും വളരെ പ്രയാസത്തിലാണ്. പൈസ ചിലവ് അങ്ങനെ, സമയം ചിലവ് അങ്ങനെ, വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ MEC7 നമ്മൾ കുറച്ച് ദിവസങ്ങൾ തന്നെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ശാരീരിക ആരോഗ്യം വർദ്ധിക്കുകയും അതോടൊപ്പം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദേശം ഇത് അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുത്താലേ ഉള്ളൂ ഈ നന്മ അവരിലേക്കും ഉണ്ടാവുള്ളൂ എന്നതിൻ്റെ പേരിലാണ്. ശ്രീകൃഷ്ണപുരം AUP സ്കൂളിന്റെ 111ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും മറിമായം ഫെയിം വിനോദ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇവിടേക്ക് കയറി വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. കാരണം ഞാൻ ആദ്യം വന്ന ഒരു റൂമിൽ ഞാൻ ഇരുന്നു. അവിടെ എന്നെ സ്വീകരിക്കാൻ ഈ സ്കൂളിൻ്റെ നെടുന്തൂണായ സുബ്രഹ്മണ്യൻ മാഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകൻ അബിയും അബിയുടെ ഭാവി വധുവും അവരുടെ ബന്ധുക്കളും ശരിക്കും ഒരു തറവാട്ട് സംഗമത്തിന് വന്നതുപോലെയൊക്കെ എനിക്ക് തോന്നിയത് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. പിന്നെ പലരും എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നു. ശരിക്കും എന്തൊക്കെയോ ഒരു സന്തോഷം. ഇവിടെ വന്നപ്പം സന്തോഷം അതിലേറെയായി. PTA പ്രസിഡന്റ് ഷാജി K. ജോർജ് അധ്യക്ഷനായ ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രശസ്തരായ രാംമോഹൻ, മീര രാംമോഹൻ, മുഹമ്മദ് മൂസ മുറിച്ചിറ, അർജുൻ CR, വിസ്മയ മണ്ണമ്പറ്റ, അഭിനവ് P, അനാമിക സുരേഷ് ബാബു, അതുൽ കൃഷ്ണ എന്നിവരെ ആദരിച്ചു. നീലകണ്ഠൻ, K. കോയ, സ്കൂൾ മാനേജർ C. സുബ്രഹ്മണ്യൻ, ചെറുപ്പശ്ശേരി AEO രാജൻ E, എബിൻ ബേബി, രജിത നരിപ്പറ്റ, ചുണ്ടയിൽ രാജഗോപാലൻ, M. അരുണ, KV സുധ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കുരുക്ഷേത്ര ഭൂമിയിൽ ദുശാസനന്റെ ചുടുനിണം കൊണ്ട് വേണിഭാരം കഴു നളന്തൻ എന്ന V. ഗോപികൃഷ്ണന്റെ കവിതാ സമാഹാരമായ ഭൂതാടനം പുസ്തകത്തിന്റെ പ്രകാശനം അടയ്ക്കാപുത്തൂർ നളന്തയിൽ നടത്തി. കിള്ളിമംഗലം കുഞ്ചുവാസുദേവൻ നമ്പൂതിരിപ്പാട് പുസ്തകം പ്രകാശനം ചെയ്തു. നളന്തന്റെ പിതാവും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനുമായിരുന്ന P. രാജൻ മേനോൻ കൈമാറിയ കവിതാ സമാഹാരം ഐവർ മഠം രമേശ് കോരപ്പത്ത് ഏറ്റുവാങ്ങി.
കവിയും എഴുത്തുകാരനുമായ TG നിരഞ്ജൻ പുസ്തക പരിചയം നടത്തി. രാധാലക്ഷ്മി ടീച്ചർ, KR വേണുഗോപാലൻ, ബിജുമോൻ പന്തിരുകുലം, ഡോക്ടർ K അജിത്ത് എന്നിവർ ആശംസകളേകി. V ഗോപികൃഷ്ണൻ മറുമൊഴി നൽകി. PP രാംകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ V രാജശേഖരൻ സ്വാഗതവും റോസ് കുമാർ നന്ദിയും പറഞ്ഞു. അടയ്ക്കാപുത്തൂർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ആയിരുന്നു പരിപാടിയുടെ സംഘാടനം. ബാങ്കിംഗ് മേഖലയിൽ ഒറ്റപ്പാലത്തിന്റെ മുഖമുദ്രയായി മാറിയ ഒറ്റപ്പാലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസും മെയിൻ ബ്രാഞ്ചും നവീകരിച്ച കെട്ടിടമായ SBI ബിൽഡിംഗിലെ 1-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. K പ്രേംകുമാർ MLA നവീകരിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആറ് പതിറ്റാണ്ടിലധികമായി പണമിടപാട് മേഖലയിൽ സാധാരണക്കാരന്റെ സ്വന്തം ബാങ്കായി മാറിയ ഒറ്റപ്പാലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസും മെയിൻ ബ്രാഞ്ചുമാണ് നിലവിലെ കെട്ടിടമായിരുന്ന ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന് എതിർവശത്തുള്ള SBI കെട്ടിടത്തിലെ 1-ാം നിലയിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. K പ്രേംകുമാർ MLA നവീകരിച്ച ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന് സ്വാഭാവികമായി ആ ജനകീയമായിട്ടുള്ള നിലയിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാനോ ഇടപെടാനോ സാധിക്കുകയില്ല. ഭരണസമിതിയായാലും ജീവനക്കാരായാലും ഒക്കെ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അറിയുന്നവരും മനസ്സിലാക്കുന്നവരും അത് പരിഹരിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സാധ്യതയുടെ അങ്ങേയറ്റം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ബാങ്ക് 206 കോടി രൂപയുടെ നിക്ഷേപമുള്ള ബാങ്കാണ്. ചെറിയ സംഖ്യയല്ല. 206 കോടി രൂപ ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപം ഉണ്ടാവുക എന്ന് വന്നാൽ വളരെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല. ഒറ്റപ്പാലത്ത് തന്നെ നിരവധിയായിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ ഈ ബാങ്ക് തന്നെ പൊതുവിൽ പറയുന്നത് SBI ബിൽഡിംഗ് എന്നുള്ള മട്ടിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ മറ്റൊരു നാഷണലൈസ്ഡ് ബാങ്കും സ്ഥിതി ചെയ്യുന്നത് ഇതേ കെട്ടിടത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒറ്റപ്പാലം ടൗണിൽ തന്നെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് 206 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രമാത്രം ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ നമ്മുടെ ബാങ്കിന് സാധിച്ചു എന്നുള്ളതാണ്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ലോക്കർ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2025 മിസ്റ്റർ പാലക്കാട്, മിസ്റ്റർ കേരളയുമായി വിജയിച്ച KP സുദീപിനെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് K വിജയകുമാർ അധ്യക്ഷനായി. സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൺ C ഡേവിസ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ബാങ്ക് സെക്രട്ടറി N ലത, നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ K അബ്ദുൽ നാസർ, ഒറ്റപ്പാലം ഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് APM റഷീദ്, ഒറ്റപ്പാലം മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് മനോജ് സ്റ്റീഫൻ, സഹകാരികളുടെ പ്രതിനിധി K മൊയ്തുപ്പ, ജീവനക്കാരുടെ പ്രതിനിധി KM സുനിൽകുമാർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് T സുരേഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. പ്രത്യേക സാഹചര്യങ്ങളെ തുടർന്നാണ് നിലവിലെ കെട്ടിടത്തിൽ നിന്നും എതിർവശത്തുള്ള SBI കെട്ടിടത്തിലേക്ക് ബാങ്ക് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. 1961 ചുനങ്ങാട് ഐക്യനാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച് ഒറ്റപ്പാലം നഗരസഭയിലും അമ്പലപ്പാറ പഞ്ചായത്തിലുമായി 6 ബ്രാഞ്ചുകളിലൂടെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഇടപാടുകാരുടെ നിരവധി ആവശ്യങ്ങൾ നിറവേറ്റുന്ന ധനകാര്യ സ്ഥാപനം കൂടിയാണ് ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന് സ്വന്തമായൊരു കെട്ടിടമെന്ന ദീർഘനാളത്തെ സ്വപ്നവും ഈ വർഷം പൂവണിയാൻ പോവുകയാണ്. കൂടുതൽ സൗകര്യങ്ങളോടെ ആധുനിക ബാങ്കിംഗ് സേവനങ്ങളോടുകൂടിയാണ് നവീകരിച്ച കെട്ടിടത്തിൽ ഹെഡ് ഓഫീസും മെയിൻ ബ്രാഞ്ചും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നതായി ബാങ്ക് അധികൃതർ അറിയിച്ചു.
കാഞ്ഞിരപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ കവാടമായ ചിറക്കൽപ്പടിയിൽ സഞ്ചാരികളെ വരവേൽക്കാൻ ദിയ റീജൻസി ഒരുങ്ങി. നവീകരിച്ച ഡീലക്സ് റൂമുകളും ബാങ്ക്വറ്റ് ഹാളും ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചു. മണ്ണാർക്കാട് ചിറക്കൽപ്പടി ഷാലിമാർ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ദിയ റീജൻസിയിൽ 200 പേർക്കിരിക്കാവുന്ന സൗണ്ട് പ്രൂഫ് സജ്ജീകരണങ്ങളോടെ അതിവിശാലമായ AC ഹാളാണ് ഒരുക്കിയിട്ടുള്ളത്. സമീപം ഡൈനിങ് ഹാളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഗസ്റ്റുകൾക്കായി അത്യാധുനിക മോഡലിലുള്ള ഡീലക്സ് റൂമുകളും സജ്ജമാണ്. വിശാലമായ പാർക്കിംഗ്, ലിഫ്റ്റ് സംവിധാനവുമായി ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന് എതിർവശത്താണ് ദിയ റീജൻസി നിലകൊള്ളുന്നത്. റീജൻസിയുടെ ഉദ്ഘാടനം കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ നിർവഹിച്ചു. ചിറക്കൽപ്പടിയിൽ ഇത്രയും സൗകര്യങ്ങളോടെ AC ഹാൾ പ്രവർത്തനം ആരംഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പ്രദേശത്ത് വലിയ മീറ്റിംഗ് ഹാളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഈ ചെറുക്കപ്പടിയിൽ തന്നെ നമുക്ക് നല്ലൊരു മീറ്റിംഗ് ഹാൾ സംഘടിപ്പിച്ചതിൽ ബാബിയൊക്കെയോട് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ ചെറുട്ടിക്ക് പറഞ്ഞ പോലെ നിക്കാവും അതുപോലെ കല്യാണ ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് നല്ല സൗകര്യപ്രദമായ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഹാൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാതരം മീറ്റിങ്ങുകൾക്കും ജനോപകാരപ്രദമായ രീതിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഹാൾ സംഘടിപ്പിക്കാൻ ബാബയ്ക്ക് കഴിഞ്ഞതിൽ നല്ല അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്വാർട്ടേഴ്സുകൾ നല്ല രീതിയിൽ തന്നെ ഫാമിലി ക്വാർട്ടേഴ്സുകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഉദ്ഘാടന ശേഷം നടന്ന പൊതുചടങ്ങിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുട്ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നിക്കാഹുകൾക്കും പാർട്ടികൾക്കുമായി ഹാളും കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലേക്കുള്ള വിനോദസഞ്ചാരികൾക്ക് 5 സ്റ്റാർ ഫെസിലിറ്റിയോടെ 14ഓളം റൂമുകളും അബൂബക്കർ ബാവിക്ക മാനേജിംഗ് ഡയറക്ടറായ ദിയ റീജൻസിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ചെറുട്ടി മുഹമ്മദ് പറഞ്ഞു. 14 ആള് കൂടിയിരിക്കാൻ പറ്റിയൊരു AC ഹാള് ചെറുക്കപ്പടിയിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ തന്നെ നമുക്കില്ല എന്നുള്ളത് ഞങ്ങൾ എന്നും സംസാരിക്കാനുള്ള കാര്യമാണ്. അതിന്ന് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായി ചെറുക്കപ്പടിയെ സംബന്ധിച്ച് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഈ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നല്ല മനോഹരമായ ഒരു മീറ്റിംഗ് ഹാളും അതുപോലെ തന്നെ നിക്കാഹുകൾക്കും അതുപോലെ തന്നെ ചെറിയ കല്യാണങ്ങൾക്കും മറ്റുള്ള എല്ലാ പരിപാടികൾക്കും ഉപകാരപ്രദമാവുന്ന രൂപത്തിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വളരെ മനോഹരമായ AC റൂമുകൾ വളരെ നല്ല രൂപത്തിൽ തന്നെ ഞാൻ അതിൽ പറയാൻ നിങ്ങൾ കയറി പരിശോധിച്ച് നോക്കണം, അല്ലെങ്കിൽ കാണണം. കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 5 സ്റ്റാർ ഫെസിലിറ്റീസ് പോലുള്ള നല്ല അടിപൊളി റൂമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഏകദേശം 10-14 റൂമുകൾ. നമുക്കറിയാം കാഞ്ഞിരപ്പുഴ ഡാമൊക്കെ വളരെയധികം നല്ല പുരോഗമനത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നല്ല AC റൂമുകളും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്കൊക്കെ വന്ന് താമസിക്കാൻ സൗകര്യപ്രദമായ നല്ല റൂമുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹാളൊരുക്കിയ ആർക്കിടെക്റ്റിനെ പഴേരി ഷെരീഫ് ഹാജി ആദരിച്ചു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രദീപ്, മണി, CT അലി, റഫീഖ് തൊട്ടിക്കുളയൻ, മണികണ്ഠൻ പൊറ്റശ്ശേരി, മുഹമ്മദ് നിസാർ, സി അച്യുതൻ നായർ, ജോർജ് നമ്പുശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പാർട്ടികൾക്കായി ബാങ്ക്വറ്റ് ഹാളും സഞ്ചാരികൾക്കായി മികച്ച സുരക്ഷിതമായ റൂം സൗകര്യവും ഒരുക്കിയതായി മാനേജർ ഫയാസ് പറഞ്ഞു. ഏറെക്കുറെ നമ്മുടെ ബാങ്കറ്റ് ഹാളിൽ 200 ആൾ ഉൾപ്പെട്ടുള്ള പരിപാടികൾ നടത്താനുള്ള സൗകര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ റൂംസിൻ്റെ കാര്യങ്ങളാണെങ്കിലും അത്യാധുനിക സൗകര്യങ്ങൾ കൂടി തന്നെയാണ് സെറ്റ് ചെയ്ത് ഡീലക്സ്, പിന്നെ അതുപോലെ നോർമൽ റൂംസ് അങ്ങനെ എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലിഫ്റ്റ് സൗകര്യം, അതുപോലെ പാർക്കിംഗ് സൗകര്യം, വൈഫൈ, മറ്റു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മണ്ണാർക്കാടിനെ സംബന്ധിച്ച് മണ്ണാർക്കാടിനെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഹാളിനെ ചെയ്തിട്ടുള്ളത്. നമ്മളിതിൽ അക്വസ്റ്റിക് പോലെയുള്ള സൗണ്ട് പ്രൂഫും സൗണ്ട് സജ്ജീകരണങ്ങളും അതുപോലെ AC സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അട്ടപ്പാടിയിൽ വൻ ചന്ദനക്കടത്ത്. 50 കിലോ ചന്ദനവുമായി 5 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. ആക്രി ശേഖരിക്കുന്നുവെന്ന വ്യാജേനയായിരുന്നു ചന്ദനക്കടത്ത്.
പട്ടാമ്പി ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് വിജിലൻസ് അന്വേഷണം വേണമെന്ന് KSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി. ക്രിമിനൽ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്നും കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷ ഉറപ്പാക്കണമെന്നും KSTA ഭാരവാഹികൾ. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരം ന്യായമെന്ന് നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ കാര്യമായി ഇടപെടണമെന്നും VD സതീശൻ. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി മണ്ണാർക്കാട് പൊതുവപ്പാടം മലയോര നിവാസികൾ. അനുവദിച്ച തൂക്കുവേലി നിർമ്മാണം അനിശ്ചിതമായി നീളുന്നു. മരം മുറിക്കാനുള്ള അനുമതി വൈകുന്നതാണ് കാരണമെന്ന് കരാറുകാരൻ. മണ്ണാർക്കാട് അമ്പംകുന്ന് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ മഖാമിലെ 59ാമത് നേർച്ച സമാപിച്ചു. നേർച്ചയിൽ MLA-മാരായ ശാന്തകുമാരി N ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായിരുന്നു നേർച്ച. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.